കടക്കറോസ്റ്റ് ഉണ്ടല്ലേ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കടലുണ്ടി ബേർഡ് സാഞ്ചുറിയിൽ വന്നിട്ടുള്ളത്. എൻട്രി ഫീസ് വരുന്നത് 5 വയസ്സിന്റെ മുകളിലുള്ളവർക്ക് 10 രൂപയാണ് ചാർജ് വരുന്നത്. ഈ വഞ്ചി യാത്രയുടെ പാക്കേജ് വരുന്നത് 1000 രൂപയാണ്. അത് 5 പേരുണ്ടെങ്കിലും 10 പേരുണ്ടെങ്കിലും 1000 റുപ്പീസ് ആണ് ഇതിന്റെ പാക്കേജ് വരുന്നത്. ഈ മാംഗ്രോവ് ഫോറസ്റ്റ് ഒക്കെ നിങ്ങളെ ഫാമിലി കുട്ടികളൊത്ത് കാണാൻ വരുമ്പോൾ, ആസ്വദിക്കാൻ വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കും. ഇവിടെ വേലിയേറ്റമുണ്ടോ വേലിയിറക്കമുണ്ടോ എന്നറിഞ്ഞിട്ട് വേണം ഇവിടേക്ക് വരാൻ. വേലിയേറ്റമുള്ള ടൈമിൽ വന്നാൽ മാംഗ്രോവ് ഫോറസ്റ്റിന്റെ അകത്തുകൂടി വഞ്ചി യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾ വന്ന ടൈമിൽ വെള്ളമില്ലാത്ത കാരണം കൊണ്ട് കണ്ടൽക്കാടിന്റെ എക്സ്പീരിയൻസ് അത് നഷ്ടമായി. ഈ കാണുന്ന മാംഗ്രോവ് ഫോറസ്റ്റ് ഉൾപ്പെടെ ഏകദേശം 153 ഹെക്ടർ കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ട്. അതിൽ തന്നെ 31 ഹെക്ടർ വനം വകുപ്പിന്റെ കീഴിലാണ്. 2003 ഇത് വനം വകുപ്പിന്റെ അണ്ടറിലായത്. വനം വകുപ്പിന്റെ കീഴിലായതുകൊണ്ട് തന്നെ കണ്ടലിലും മത്സ്യബന്ധനത്തിനും ഉപജീവനം നടത്തുന്ന ജനങ്ങൾക്ക് തടസ്സമാകാതിരിക്കാൻ 2007 നിയമം മാറ്റി എഴുതി ഇതൊരു കമ്മ്യൂണിറ്റി റിസർവ് ആക്കി മാറ്റി. 1 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്ര ചെയ്ത പുതിയൊരു അനുഭവം കൂടി പങ്കുവെക്കുന്നു. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരുപാട് വിഭവങ്ങളായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ചായ, കോഫി, അതുപോലെ തന്നെ കല്ലുമ്മക്കായ, അങ്ങനെ ഒരുപാട് ഫ്രൈ ഐറ്റംസ് ഒക്കെ ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് അത്ഭുതം. കണ്ടപ്പോൾ ഞാൻ കാശ്മീരിലുള്ള ഷിക്കാര റൈഡ് ഞാൻ ഒന്ന് ഓർത്തുപോയി. ഇന്ന് അവർ തുടക്കമായതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള പ്ലാൻ വർക്കൗട്ട് ആയിട്ടില്ല. കല്ലുമ്മക്കായ അങ്ങനത്തെ ഫ്രൈ ഐറ്റംസ് ഒക്കെ നേരത്തെ തന്നെ തീർത്തിട്ടുണ്ട്. അവർ പറഞ്ഞു ഇനി വരികയാണെങ്കിൽ എല്ലാം സ്റ്റോക്ക് ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ ഏകദേശം 1 മണിക്കൂർ റൈഡ് ചെയ്ത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടെ തന്നെ എത്താറായി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വേലിയേറ്റമുണ്ടോ വേലിയിറക്കമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രമോദന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുന്നതിന് മുന്നേ ഒന്ന് വിളിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ യാത്ര അടിപൊളിയാക്കി മാറ്റും ചെയ്യാൻ.